കനത്ത മഴയെ തുടർന്ന് പുനലൂരിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട്. ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും മണ്ണിടിയാനുള്ള മുന്നറിയിപ്പ് സാധ്യത നൽകിയിട്ടുള്ളത്. പച്ചയിൽ കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അടിവാരത്ത് നിന്നും 500ഓളം അടി ഉയരത്തിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞ നിലയിലാണെന്നും മുകളിലെ മണ്ണ് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണെന്നും പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ പശ്ചാത്തലത്തിലാണ് അടിവാരത്തെ താമസക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പച്ചയിൽ കുന്നിന്റെ മുകളിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിജോലികൾ ചെയ്തുവരുന്ന അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്ന പ്രദേശത്തായിരുന്നു വെള്ളപ്പാച്ചിൽ. തലനാരിടയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. വെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറുകയും പശുത്തൊഴുത്തടക്കം നശിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മലയിലും അടിവാരത്തുമായി 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് കൃഷി നശിച്ചത്. എത്രയധികം വിള നശിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടുമില്ല. നമുക്ക് എങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യമില്ല. അതാണ് മഴയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് പോകാനൊരു മാർഗമില്ല. ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നത്. എത്ര പേരാ നിങ്ങൾ ഈ വീട്ടില്? ഞങ്ങൾ ഈ വീട്ടിൽ കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 3-4 പേര്. തീരെ പ്രായം കുറഞ്ഞ കൊച്ചു എത്ര വയസ്സ്? കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. മഴ കനത്താൽ വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ന്യൂസ് 18 പുനലൂർ. മടങ്ങിയെത്താം ചെറിയ ഇടവേള.